ഭഗവത്ഗീത നമ്മൾ വായിച്ചു തുടങ്ങുന്ന സമയത്ത് നാം വിചാരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം തുടങ്ങി ആ തുടങ്ങുമ്പോൾ മുതൽക്കുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് നൽകിയത് എന്നാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി നീണ്ട 10ാമത്തെ ദിവസം സഞ്ജയൻ യുദ്ധഭൂമിയിലേക്ക് യുദ്ധത്തിനായി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ യുദ്ധഭൂമിയിലെത്തി യുദ്ധത്തിന്റെ പാരമ്യത്തിൽ അവിടെ വച്ച് 10ാമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ ശിഖണ്ഡിയുടെ അമ്പുകളേറ്റ് വീഴുന്നു. ഇത് കാണുന്ന സഞ്ജയൻ യുദ്ധഭൂമിയിൽ നിന്നും ഓടി വന്ന് വളരെ വേഗത്തിൽ ഓടി വന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അടുത്തെത്തി പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, സഞ്ജയൻ ഇതാ വന്നിരിക്കുന്നു. കുരുക്കൾക്ക് പിതാമഹനായിരിക്കുന്ന ഗംഗയൻ ശിഖണ്ഡിയാൽ കൊല്ലപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത് ശരശയ്യയിലാണ്. മഹാപരാക്രമശാലിയായ അദ്ദേഹത്തിന്റെ പിൻബലമുണ്ടെന്ന് കരുതിയിട്ടല്ലേ അങ്ങയുടെ മക്കൾ ചൂതാട്ടത്തിന് പുറപ്പെട്ടത്? 10 ദിവസം അദ്ദേഹം കൗരവപ്പടയെ പ്രശസ്തമായ രീതിയിൽ നയിച്ചു. പാണ്ഡവപ്പടയ്ക്ക് ധാരാളം നാശനഷ്ടങ്ങളും വരുത്തി. അങ്ങയുടെ ദുർമന്ത്രിതം കൊണ്ട് മാത്രമാണ് ആ ഭീഷ്മ പിതാമഹൻ ഇപ്പോൾ വീണിരിക്കുന്നത്.